നമ്മൾ ഒരു RLC സീരീസ് സർക്യൂട്ട് തന്നിട്ടുണ്ട്. വോൾട്ടേജ് 10 വോൾട്ടാണ്, ഫ്രീക്വൻസി 80 ഹെർട്സ് ആണ്. പ്രൊഡ്യൂസ് 700 മില്ലി ആംപിയർ വൈൽ ദ സെയിം വോൾട്ടേജ് ദാറ്റ് ഈസ് 10 വോൾട്ടേജ് 75 ഹെർട്സിലാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 500 മില്ലി ആംപിയർ ആണ്. ആറിൻ്റെ വാല്യൂയും എല്ലിൻ്റെ വാല്യൂയും ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂയും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യമായിട്ട് ആറ് തന്നിട്ടില്ല, എല്ലും തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്തറിയാം, RL സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √R² പ്ലസ് XL² ആണ്. XL എന്ന് പറഞ്ഞാൽ 2πf × L ആണ്. ആദ്യത്തെ ഹെഡ്സ് എന്ന് പറയുന്നത് 2 × π 3.14 × 50 ആണ്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ V/I ആണ്. V എന്ന് പറഞ്ഞാൽ 10 വോൾട്ടാണ് തന്നിട്ടുണ്ട്. 50 ഹെർട്സ് ആകുമ്പോൾ അത് 700 മില്ലി ആംപിയർ ആണ്, 0.7 ആംപിയർ ആണ്. അതായത് 100/7 ആണ്. 100/7 എന്ന് പറഞ്ഞാൽ √R² പ്ലസ് XL² ആണ്. √R² പ്ലസ് 2π50L² ആണ്. ദാറ്റ് ഈസ് 10/7 സ്ക്വയർ എന്ന് എഴുതിയാൽ Z പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു R² പ്ലസ്, അതായത് വലത്തെ സൈഡ് സ്ക്വയർ ചെയ്തു, 100/7 സ്ക്വയർ ചെയ്തു. അപ്പോൾ √R² പ്ലസ് 2π50 × L² എന്ന് പറയുന്ന ടേമിൻ്റെ റൂട്ട് ഇല്ലാതെയായി. 100ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1000, 1000/49 വരും. കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത ഫ്രീക്വൻസിയിൽ 75 ഹെർട്സ് ആണ്. 75 ഹെർട്സ് ആകുമ്പോഴും ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/Z തന്നെ, വോൾട്ടേജ് 10 തന്നെ, കറണ്ട് പക്ഷേ 500 മില്ലിയേ ഉള്ളൂ. അപ്പോൾ 500 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് 0.5 ആംപിയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 ഓം ആണ് കിട്ടുക. 20 ഓം എന്ന് പറഞ്ഞാൽ നേരത്തെ മാതിരി തന്നെ √R² പ്ലസ് XL². √R² പ്ലസ് R തന്നിട്ടില്ല, എല്ലും തന്നിട്ടില്ല. സോ 2πf × F എന്ന് പറയുന്നത് 75 × L ആണ്. രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ R² പ്ലസ് 2π75 L² ഈക്വൽ ടു 20, 20ൻ്റെ സ്ക്വയർ 200. 20 എന്ന് പറയുമ്പോൾ റൂട്ട് ഉണ്ടായിരുന്നു, റൂട്ട് ഒഴിവാക്കിയപ്പോഴാണ് 20ൻ്റെ സ്ക്വയർ കിട്ടിയത്. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R² പ്ലസ് 2π50 × L² ഈക്വൽ ടു 1000/49. അതായത് 1000/49 എന്ന് പറയുമ്പോൾ 204.08 വരും. ഇതിൽ നിന്ന് മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന് താഴത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുകയാണെങ്കിൽ ഒരേ ടേമായ R² ഇല്ലാതെയാവും. ബാക്കി എടുക്കുക, 2π75 L² മൈനസ് 2π50 × L² വരും. ദാറ്റ് ഈസ് 400 224 കുറച്ച ആൻസറിന് തുല്യമായതുണ്ടാവും. ഈ ക്രിയ മാത്രം ചെയ്താൽ 1,23,370 L² ഉണ്ടാവും. ഇതിൽ നിന്ന് 400ൽ നിന്ന് 204 കുറച്ചാൽ 204.08 കുറച്ചാൽ 204 കുറച്ചാൽ 199 ഉണ്ടാവും. അതിൻ്റെ റൂട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, L എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റൂട്ട് കണ്ടാൽ L എന്ന് പറഞ്ഞാൽ 0.0398 ഉണ്ടാവും. ദാറ്റ് ഈസ് 40 mH ഉണ്ടാവും. ഇത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ R² പ്ലസ് 2π75 × 40 മില്ലി എച്ച് അല്ലെങ്കിൽ 0.0398, അതിൻ്റെ സ്ക്വയറോടെ ചെയ്ത ഈക്വൽ ടു 400 ആണ്. അപ്പോൾ 400ൽ നിന്ന് ആ വാല്യൂ കുറച്ചിട്ട് അതിൻ്റെ റൂട്ട് കാണുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ R എന്ന് പറയുന്നത് 9.6 ഓം കിട്ടും. ഈ രീതിയിൽ രണ്ട് ഫ്രീക്വൻസി തന്നാൽ R-ൻ്റെയും L-ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് സമയത്തുള്ള കറണ്ട് മാത്രമാണ് വ്യത്യാസം. വോൾട്ടേജ് 10 തന്നെയാണ്, ഫ്രീക്വൻസി മാറുമ്പോൾ ചെറിയ കറണ്ട് ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.